തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം 36. സെന്നക്കെരീബിന്റെ ആക്രമണം. ഹെസിയ രാജാവിന്റെ 11-ാം ഭരണവർഷം അസിറിയ രാജാവായ സെന്നക്കെരീബ് യൂദയായിലെ സുരക്ഷിത നഗരങ്ങളെല്ലാം ആക്രമിച്ചു പിടിച്ചടക്കി. അസിറിയ രാജാവ് ലാഖീഷിൽ നിന്ന് റബ്ഷാക്കേയെ ഒരു വലിയ സൈന്യത്തോടൊപ്പം ജെറുസലേമിൽ ഹെസക്കിയ രാജാവിന്റെ നേർക്ക് അയച്ചു. അവൻ അലക്കുകാരന്റെ വയലിലേക്കുള്ള പെരുവഴിയിലുള്ള മേൽക്കളത്തിൽ ചാലിനരികെ നിലയുറപ്പിച്ചു. അപ്പോൾ അവന്റെ അടുത്തേക്ക് ഹിൽക്കിയായുടെ പുത്രനായ എലിയായാക്കീം എന്ന കൊട്ടാരം വിചാരപ്പുകാരനും ഹെബ്ന എന്ന കാര്യവിചാരകനും അസഫിന്റെ പുത്രനായ യോവാഹ് എന്ന ദിനവൃത്താന്ത ലേഖകനും ചെന്നു. റബ്ക്കെ അവരോട് പറഞ്ഞു, ഹെസക്കിയോട് പറയുക, മഹാനായ അസിറിയ രാജാവ് പറയുന്നു, നിന്റെ ആത്മധൈര്യത്തിന്റെ അടിസ്ഥാനം എന്ത്? വെറും വാക്ക് യുദ്ധതന്ത്രവും യുദ്ധത്തിന്റെ ശക്തിയും ആകുമെന്ന് നീ വിചാരിക്കുന്നുവോ? എന്നെ എതിർക്കാൻ തക്കവിധം നീ ആരിലാണ് ആശ്രയിക്കുന്നത്? ഈജിപ്തിനെയാണ് നീ ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഊന്നി നടക്കുന്നവന്റെ ഉള്ളം കൈയിൽ തുളച്ചു കയറുന്ന പൊട്ടിയ ഓടത്തണ്ടിന് തുല്യമാണത്. ഈജിപ്റ്റ് രാജാവായ ഫറവോ തന്നെ ആശ്രയിക്കുന്നവന് അത്തരത്തിലുള്ളവനാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നീ എന്നോട് പറഞ്ഞാൽ, നിങ്ങൾ ഈ ബലിപീഠത്തിന് മുൻപിൽ മാത്രം ആരാധന നടത്തിയാൽ മതി എന്ന് യൂദയോടും ജെറുസലേമിനോടും പറഞ്ഞുകൊണ്ട് അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളുമെല്ലാം ഹെസക്കിയ നശിപ്പിച്ചത്. എന്റെ യജമാനായ അസിറിയ രാജാവുമായി പന്തായം വെക്കുക. നിനക്ക് വേണ്ടത്ര കുതിരപ്പടയാളികൾ ഉണ്ടെങ്കിൽ ഞാൻ 2000 കുതിരകളെ തരാം. രഥങ്ങൾക്കും കുതിരപ്പടയാളികൾക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എന്റെ യജമാനന്റെ ഏറ്റവും ചെറിയ ദാസന്മാരിൽപ്പെട്ട ഒരു സേനാ നായകനെങ്കിലും തിരിച്ചോടിക്കാൻ കഴിയുമോ? കർത്താവിന്റെ സഹായമില്ലാതെയാണോ ഈ ദേശത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടിരിക്കുന്നത്? കർത്താവ് എന്നോട് അരുൾ ചെയ്തു, ഈ ദേശത്തിന് നേരെ ചെന്ന് അതിനെ നശിപ്പിക്കുക. അപ്പോൾ എലിയാക്കിമിനും ഷെബ്നായ്ക്കും യോവാഹും കൂടി റബ്ഷേക്കയോട് പറഞ്ഞു, നിന്റെ ദാസന്മാരോട് ദയവായി അരാമ ഭാഷയിൽ സംസാരിക്കുക, ഞങ്ങൾക്ക് അത് മനസ്സിലാകും. കോട്ടയുടെ മുകളിലുള്ള ജനങ്ങൾ കേൾക്കെ ഞങ്ങളോട് ഹെബ്ര ഭാഷയിൽ സംസാരിക്കരുത്. റബ്ഷേക്കെ മറുപടി പറഞ്ഞു, സ്വന്തം വിസർജ്ജ വസ്തുക്കൾ തിന്നാനും കുടിക്കാനും നിന്നോടൊപ്പം വിധിക്കപ്പെടുന്ന കോട്ടയുടെ മുകളിലിരുന്ന് ജനത്തോടല്ലാതെ നിന്നോടും നിന്റെ യജമാനോടും ഈ വാക്കുകൾ പറയാനാണോ എന്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത്? അനന്തരം റബ്ഷക്കെ എഴുന്നേറ്റ് നിന്ന് ഹെബ്ര ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മഹാനായ അസിറിയ രാജാവിന്റെയും വാക്കുകൾ ശ്രവിച്ചാലും രാജാവ് പറയുന്നു, ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. നിങ്ങളെ രക്ഷിക്കുവാൻ അവന് കഴിയുകയില്ല. നിശ്ചയമായും കർത്താവ് നമ്മെ രക്ഷിക്കും. ഈ നഗരം അസിറിയ രാജാവിന്റെ പിടിയിൽ അമരുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസക്കിയ നിങ്ങൾക്ക് ഇടയാക്കാതിരിക്കട്ടെ. നിങ്ങൾ ഹെസക്കിയയുടെ വാക്കുകൾ ശ്രദ്ധിക്കരുത്. അസിറിയ രാജാവ് പറയുന്നു, സമാധാന ഉടമ്പടി ചെയ്ത് നിങ്ങൾ എന്റെ അടുക്കൽ വരുവൻ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം മുന്തിരിയിൽ നിന്നും അത്തിവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുന്നതിനും സ്വന്തം തോട്ടത്തിൽ നിന്നും
കുടിക്കുന്നതിനും ഇടവരും. ഞാൻ വന്ന് നിങ്ങളുടേതുപോലെ ഒരു നാട്ടിലേക്ക്, ധാന്യങ്ങളുടെയും വീഞ്ഞിന്റെയും നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതുവരെ നിങ്ങൾ അങ്ങനെ കഴിയും. കർത്താവ് നമ്മെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഏതെങ്കിലും ജനതയുടെ ദേവൻ അസറിയ രാജാവിന്റെ കയ്യിൽ നിന്നും സ്വന്തം ജനത്തെ രക്ഷിച്ചിട്ടുണ്ടോ? ഹമാത്തിന്റെയും അർപ്പാദിന്റെയും ദേവന്മാർ എവിടെ? സെഫർവൈമിന്റെയും ദേവന്മാർ എവിടെ? സമരിയായിലെ എന്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കുവാൻ അവർക്ക് സാധിച്ചുവോ? ഈ രാജ്യങ്ങളെല്ലാം ദേവന്മാരിൽ ആരെയാണ് നിങ്ങളുടെ രാജ്യം എന്റെ പിടിയിൽ നിന്നും മോചിപ്പിച്ചെടുത്തിട്ടുള്ളത്? ജെറുസലേമിനെ എന്റെ കയ്യിൽ നിന്നും കർത്താവ് രക്ഷിക്കുമെന്ന് പിന്നെ എങ്ങനെ കരുതാം? ജനം അവനോട് മറുപടിയൊന്നും പറഞ്ഞില്ല. എന്തെന്നാൽ അവരുടെ മറുപടി പറയരുതെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നു. അപ്പോൾ ഹിൽക്കിയായുടെ പുത്രൻ കൊട്ടാരം വിചാരിപ്പുകാരനുമായ എലിയാക്കിമും കാര്യവിചാരകനും ഷെബ്നായും അസാഫിന്റെ പുത്രനും ദിനവൃത്താന്ത ലേഖകനുമായ യോവാബും ഹെസക്കിയായുടെയും അടുത്ത് മടങ്ങി വന്ന് വസ്ത്രം കീറിക്കൊണ്ട് റബ്ഷക്കയുടെ വാക്കുകൾ അറിയിച്ചു. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 37. ഏഷ്യയുടെ ഉപദേശം. ഹെസക്കിയ രാജാവ് ഇത് കേട്ട് വസ്ത്രം കീറി ചാക്കൊടുത്ത് കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. കൊട്ടാരം വിചാരിപ്പുകാരനായ ഏലിയാക്കീമിനെയും കാര്യവിചാരകനായ ഷെബ്നായെയും ശ്രേഷ്ഠ പുരോഹിതന്മാരെയും ചാക്കൊടുപ്പിച്ച് ആമോസിന്റെ പുത്രനായ ഏഷ്യ പ്രവാചകന്റെ അടുത്തേക്ക് അവൻ അയച്ചു. അവർ ഏഷ്യയോട് പറഞ്ഞു, ഹെസക്കിയ പറയുന്നു, ഇത് കഷ്ടതയുടെയും ശാസനയുടെയും കടുത്ത അപമാനത്തിന്റെയും ദിനമാണ്. കുഞ്ഞുങ്ങൾ പിറക്കേണ്ട നേരമായി, എന്നാൽ പ്രസവിക്കാൻ ശക്തിയില്ല. ജീവിച്ചിരിക്കുന്നവനായി ദൈവത്തെ നിന്ദിക്കുവാൻ തന്റെ യജമാനായ അസറിയ രാജാവ് അയച്ചിരിക്കുന്ന റബ്ഷേക്കയുടെ വാക്കുകൾ നിന്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കുകയില്ലേ? ആ വാക്കുകൾക്ക് അവിടുന്ന് ശിക്ഷ നൽകുകയില്ലേ? അതിനാൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഹെസക്കിയ രാജാവിന്റെ ദാസന്മാർ ഏഷ്യയെ സമീപിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ യജമാനോട് പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, അസീറിയ രാജാവിന്റെയും ദാസന്മാരെയും നിന്ദിച്ച് പറഞ്ഞ വാക്ക് കേട്ട് പേടിക്കേണ്ട. അവൻ ഒരു കിംവദന്തി കേട്ട് സ്വന്തം നാട്ടിലേക്ക് പോകാത്ത വിധം അവനിൽ ഞാനൊരു ആത്മാവിനെ നിക്ഷേപിക്കും. സ്വന്തം ദേശത്ത് വെച്ച് വാളിനിരയാകാൻ ഞാൻ അവന് ഇടവരുത്തും. റബ്ഷേക്കെ മടങ്ങിപ്പോയി. അസീറിയ രാജാവ് ലിബ്നയ്ക്കെതിരെയും യുദ്ധം ചെയ്യുന്നത് അവർ കണ്ടു. രാജാവ് ലാഖീഷ് വിട്ടെന്ന് അവൻ കേട്ടിരിക്കുന്നു. തനിക്കെതിരായുള്ള യുദ്ധം ചെയ്യാൻ എത്യോപ്യ രാജാവായ തിർക്കാഹ പുറപ്പെട്ടിരിക്കുന്നുവെന്നും രാജാവ് കേട്ടു. അവൻ ഹെസക്കിയോടും അടുത്തേക്ക് യൂതന്മാരെ അയച്ചു പറഞ്ഞു, യൂദയ രാജാവായ ഹെസക്കിയോട് നിങ്ങൾ പറയണം, അസീറിയ രാജാവിന്റെ കരങ്ങളിൽ ജെറുസലേം ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അസീറിയ രാജാക്കന്മാരെ എല്ലാ ദേശങ്ങളെയും എപ്രകാരം നിശേഷം നശിപ്പിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് രക്ഷ കിട്ടുമോ? എന്റെ പിതാക്കന്മാർ നശിപ്പിച്ച ഗോസാൻ, അരാൻ, റസേഫ്, തെലസിയയിലുണ്ടായിരുന്ന ഏതാൻകാർ എന്നീ ജനതക്കെന്ത് പറയാൻ കഴിയും? അവിടുന്ന് തന്നെ എന്നോട് സംസാരിക്കുകയും അവിടുന്ന് തന്നെ ഇത് പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. മനോവേദന നിമിത്തം ഉറക്കവും എന്നെ വിട്ടകന്നിരിക്കുന്നു. കർത്താവേ, എന്നിട്ടും എന്റെ ആത്മാവ് അങ്ങയോടൊത്ത് ജീവിക്കും. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കും. എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമേ. എന്റെ കഠിന വേദന എന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. അങ്ങ് എന്റെ സകല പാപങ്ങളും അങ്ങയുടെ പിൻപിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് നാശത്തിന്റെ കുഴിയിൽ നിന്നും എന്റെ ജീവൻ അങ്ങ് രക്ഷിച്ചു. പാതാളം അങ്ങയ്ക്ക് നന്ദി പറയുകയില്ല, മരണം അങ്ങേ സ്തുതിക്കുകയില്ല. പാതാളത്തിൽ പതിയിരിക്കുന്നവർ അങ്ങയുടെ വിശ്വസ്തരിൽ പ്രത്യാശ അർപ്പിക്കുകയില്ല. ജീവിച്ചിരിക്കുന്നവർ അവനാണ് അങ്ങയ്ക്ക് നന്ദി പറയുന്നത്. ഞാൻ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ പിതാവ് തന്റെ സന്തതികളെ അങ്ങയുടെ വിശ്വസ്തത അറിയിക്കുന്നു. കർത്താവ് എന്നെ രക്ഷിക്കും. ഞങ്ങൾ അവിടുത്തെ ഭവനത്തിൽ പ്രവേശിച്ച് ജീവിതകാലം മുഴുവൻ
തന്ത്രിനാദത്തോടെ അങ്ങേ കീർത്തിക്കും. അപ്പോൾ ഏഷ്യ പറഞ്ഞു, അവൻ സുഖം പ്രാപിക്കേണ്ടതിന് ഒരു അത്തിയിട എടുത്ത് അവന്റെ പരുവിൽ വെക്കുക. ഞാൻ കർത്താവിന്റെ ഭവനത്തിൽ പ്രവേശിക്കുമെന്നതിന്റെ അടയാളം എന്തായിരിക്കുമെന്ന് ഹെസക്കിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം 39. ബാബിലോൺ ദൂതന്മാർ. അക്കാലത്ത് ഹെസക്കിയ രാജാവ് രോഗിയായിരുന്നിട്ടും സുഖം പ്രാപിച്ചു എന്ന് കേട്ട് ബാലാന്റെ പുത്രനും ബാബിലോൺ രാജാവുമായ മെറോദക്കു ബാലാദൻ എഴുത്തുകളും സമ്മാനങ്ങളുമായി ദൂതന്മാരെ അവിടെ അയച്ചു. ഹെസക്കിയ അവരെ സ്വീകരിച്ചു. അവൻ തന്റെ ഭണ്ഡാരവും വെള്ളിയും സ്വർണവും സുഗന്ധവ്യഞ്ജനങ്ങളും പരിമള തൈലവും തന്റെ ആയുധശാല മുഴുവനും സംഭരണശാലകളിൽ ഉണ്ടായിരുന്ന സർവവും അവർക്ക് കാണിച്ചു കൊടുത്തു. ഹെസക്കിയ അവരെ കാണിക്കാത്തതായി അവന്റെ കോട്ടയിലോ രാജ്യത്തിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. യെശയ്യാ പ്രവാചകൻ ഹെസക്കിയ രാജാവിനെ സമീപിച്ച് ചോദിച്ചു, ഇവർ എന്ത് പറഞ്ഞു? അവർ എവിടെ നിന്നും നിന്റെ അടുത്ത് വന്നു? ഹെസക്കിയ പറഞ്ഞു, അവർ വിദൂര സ്ഥലമായ ബാബിലോണിൽ നിന്നാണ് എന്റെ അടുത്ത് വന്നത്. അവൻ ചോദിച്ചു, അവർ നിന്റെ ഭവനത്തിൽ എന്തെല്ലാം കണ്ടു? ഹെസക്കിയ പറഞ്ഞു, എന്റെ ഭവനത്തിലുള്ളതെല്ലാം അവർ കണ്ടു. ഞാൻ അവരെ കാണിക്കാത്തതായി എന്റെ സംഭരണശാലയിൽ ഒന്നുമില്ല. ഏഷ്യ ഹെസക്കിയോട് പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവിന്റെ വാക്ക് ശ്രവിക്കുക. നിന്റെ ഭവനത്തിലുള്ളത് ഇന്നുവരെ നിന്റെ പിതാക്കന്മാർ സമ്പാദിച്ചതുമായ സകലതും ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്ന ദിനം വരുന്നു. ഒന്നും അവശേഷിക്കുകയില്ലെന്നും കർത്താവ് അരുളി ചെയ്തു. നിനക്ക് ജനിച്ച നിന്റെ സ്വന്തം പുത്രന്മാരിൽ ചിലരെയും പിടിച്ചു കൊണ്ടുപോകും. ബാബിലോൺ രാജാവിന്റെ കൊട്ടാരത്തിലെ ഷണ്ഡന്മാരായിരിക്കും അവർ. ഹെസക്കിയ ഏഷ്യയോട് പറഞ്ഞു, നീ സംസാരിച്ച കർത്താവിന്റെ വചനങ്ങൾ ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ വിചാരിച്ചു, എന്റെ നാവുകളിൽ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടായിരിക്കും. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം 40. നിങ്ങളുടെ ദൈവം അരുൾ ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ, എന്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ. അവളുടെ അടിമത്തം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു. എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു. ഒരു സ്വരം ഉയരുന്നു, ഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ. വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ. താഴ്വരകളിൽ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും. കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും, ദുർഘട പ്രദേശങ്ങൾ സമതലമാവും. കർത്താവിന്റെ മഹത്വം വെളിപ്പെടും, മർത്യരെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും. കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. വീണ്ടും സ്വരമുയർത്തുന്നു, ഉദ്ഘോഷിക്കുന്നു. ഞാൻ ആരായുന്നു? ഞാൻ എന്ത് ഉദ്ഘോഷിക്കണം? ജഡം തൃണം മാത്രം, അതിന്റെ സൗന്ദര്യം വായിലെ പുഷ്പം പോലെ കഷ്ണവും. കർത്താവിന്റെ ശ്വാസനമേൽക്കുമ്പോൾ പുല്ലും കരിയും, പുഷ്പം വാടിപ്പോവുകയും ചെയ്യും. മനുഷ്യൻ പുല്ല് മാത്രം, പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു. നമ്മുടെ കർത്താവിന്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും. സദ്വാർത്തയുമായി വരുന്ന സിയോനെ, ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക. സദ്വാർത്തയുമായി വരുന്ന ജെറുസലേമേ, നിർഭയം വിറച്ച് പറയുക. യൂദയുടെ പട്ടണങ്ങളോട് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു. സമ്മാനം അവിടുത്തെ കൈകളിലുണ്ട്, പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട്. ഇടയനെ പോലെ അവിടുന്ന് തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. അതുല്യനായ ദൈവം കൈക്കൊമ്പുകളിൽ ആഴികളെ അളക്കുകയും ആകാശ വിശാലതയെ ചാണിൽ ഒതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവ് പാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോല് നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്യുന്നവനാര്? കർത്താവിന്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ ആരുണ്ട്? ഏത് ഉപദേശകൻ അവിടുത്തെ പ്രബോധനം നൽകി? ആരോട് അവിടുന്ന് ഉപദേശം തേടി? നീതിയുടെ പാത അവിടുത്തെ പഠിപ്പിക്കുകയും അവിടുത്തേക്ക് ജ്ഞാനം പകർന്നു കൊടുത്ത് അറിവിന്റെ മാർഗം നിർദ്ദേശിക്കുകയും ചെയ്തത് ആര്? ജനതകളുടെ അടുത്തേക്ക് തൊട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലെയും
വെള്ളിക്കോലിൽ പൊടി പോലെയും ആണ്. ദ്വീപുകളെ അവിടുന്ന് നേർത്ത പൊടി പോലെ കരുതുന്നു. ലെബനോൻ വിറകിന് തികയുകയില്ല. അവിടെയുള്ള മൃഗങ്ങൾ ഒരു ദഹനബലിക്ക് മതിയാവുകയില്ല. അവിടുത്തെ മുൻപിൽ ജനതകൾ ഒന്നുമില്ലായ്മയ്ക്കും ശൂന്യതയ്ക്കും താഴെ അവിടുന്ന് അവയ്ക്ക് സ്ഥാനം നൽകിയിട്ടുള്ളൂ. ദൈവത്തെ അവരോട് നിങ്ങൾ തുലനം ചെയ്യും. അവിടുത്തെ സാദൃശ്യമുള്ള രൂപമേത്? ശില്പി വാർത്തതും സ്വർണ്ണപ്പണിക്കാരൻ സ്വർണം പൂശി വെള്ളിച്ചങ്ങലകൾ അണിയിച്ചതുമായ വിഗ്രഹമോ? ആരാധനയ്ക്ക് ദരിദ്രൻ ദ്രവിച്ചു പോകാത്ത തടിക്കഷ്ണം തിരഞ്ഞെടുത്തിരിക്കുന്നു. ചലിക്കാത്ത പ്രതിമയുണ്ടാകാൻ അവൻ വിദഗ്ധമായ ശില്പിയെ അന്വേഷിക്കുന്നു. നിങ്ങൾക്കറിഞ്ഞുകൂടെ? കേട്ടിട്ടില്ലേ? ആരംഭം മുതൽക്കേ നിങ്ങളുടേത് പറഞ്ഞിട്ടില്ലേ? ഭൂമിയുടെ അടിസ്ഥാനങ്ങളിൽ നിന്നും നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? ഭൂമിക്ക് മുകളിൽ ആകാശവിധാനത്ത് ഉപവിഷ്ടനായിരിക്കുന്നവനാണ് അവിടുന്ന്. ഭൂവാസികൾ വീട്ടിലുള്ളവർക്ക് തുല്യരാണ്. അവിടുന്ന് ആകാശത്തെ തിരശീല പോലെ നിവർത്തിക്കുകയും കൂടാരം പോലെ വിരിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ഭൂമിയിലെ പ്രഭുക്കന്മാരെ ഇല്ലാതാക്കുകയും ഭരണകർത്താക്കന്മാരെ ശൂന്യരാക്കുകയും ചെയ്യുന്നു. നട്ടയുടനെ വിതച്ചയുടനെ വേരെടുത്തയുടനെ അവിടുത്തെ നിശ്വാസത്തിൽ അവ കരിഞ്ഞു പോകുന്നു. വൈക്കോലിനെ എന്ന പോലെ കൊടുങ്കാറ്റ് അവയെ പറത്തിക്കളയുന്നു. ആരോട് നിങ്ങൾ എന്നെ ഉപമിക്കും? ആരോടാണ് എനിക്ക് സാദൃശ്യം എന്ന് പരിശുദ്ധനായവൻ ചോദിക്കുന്നു. നിങ്ങൾ കണ്ണുകളുയർത്തി കാണുവിൻ. ആരാണ് അവയെല്ലാം സൃഷ്ടിച്ചത്? പേര് ചൊല്ലി വിളിച്ച് അവയുടെ ഗണത്തെ എണ്ണമനുസരിച്ച് പുറത്തു കൊണ്ടുവന്നവൻ തന്നെ. അവിടുത്തെ ശക്തിയും മഹത്വവും പ്രഭാവവും മൂലം അവയിൽ ഒന്നുപോലും നഷ്ടപ്പെടുന്നില്ല. യാക്കോബേ, ഇസ്രയേലേ, എന്റെ വഴികൾ കർത്താവിൽ നിന്നും മറഞ്ഞിരിക്കുന്നു. എന്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ട്? നിങ്ങൾക്ക് അറിഞ്ഞുകൂടി? നിങ്ങൾ കേട്ടിട്ടില്ലേ? കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവന്റെയും സൃഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയുമില്ല. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 41. വിമോചനം ആസന്നം. തീരദേശങ്ങളെ നിശബ്ദമായിരുന്ന് എന്റെ വാക്ക് കേൾക്കുക. ജനതകൾ ശക്തി വീണ്ടെടുക്കട്ടെ, അടുത്തു വന്ന് സംസാരിക്കട്ടെ. നമുക്ക് വിധിക്കായി ഒരുമിച്ച് കൂടാം. ഓരോ കാൽവെപ്പിലും വിജയം വരിക്കുന്ന കിഴക്ക് നിന്നും വരുന്നവനെ ഉയർത്തിയത് ആര്? രാജാക്കന്മാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അവിടുന്ന് ജനതകളെ അവന് ഏൽപ്പിച്ചു കൊടുത്തു. വാളുകൊണ്ട് അവൻ അവരെ പൊടി പോലെയാക്കി. വില്ലുകൊണ്ട് കാറ്റിൽ പറക്കുന്ന വൈക്കോല് പോലെയും അവരെ അനുവാദം ചെയ്യുവാൻ സുരക്ഷിതനായി കടന്നു പോകുന്നു. അവന്റെ കാലടികൾ പാതയിൽ സ്പർശിക്കുന്ന പോലുമില്ല. ആരംഭം മുതൽ തലമുറകൾക്ക് ഉണ്മ നൽകി ഇവയെല്ലാം പ്രവർത്തിച്ചത് ആരാണ്? ആദിയിലുള്ളവനും അവസാനത്തവനോട് കൂടിയവനുമായവൻ കർത്താവായ ഞാനാണ്. ഞാൻ തന്നെ അവൻ. തീരദേശങ്ങൾ കണ്ട് ഭയപ്പെടുന്നു. ഭൂമിയുടെ അതിർത്തികൾ വിറകൊള്ളുന്നു. അവർ ഒരുമിച്ച് കൂടി അടുത്തു വരുന്നു. ഓരോരുത്തരും അയൽക്കാരനെ സഹായിക്കുന്നു. ധൈര്യപ്പെടുക എന്ന് പരസ്പരം പറയുന്നു. വിളക്കിയത് നന്നായിരിക്കുന്നുവെന്ന് പറയുന്നു. ശില്പി സ്വർണ്ണപ്പണിക്കാരനെയും ലോഹപ്പണിക്കാരൻ കുടത്തിലണിയിക്കുന്നവരെയും അഭിനന്ദിക്കുന്നു. ഇളകാതിരിക്കാൻ അവർ അവ ആണികൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ ദാസനായ ഇസ്രയേലിലെ, ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രാഹാത്തിന്റെ സന്തതി, നീ എന്റെ ദാസനാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി അതിർത്തികളിൽ നിന്നും ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു.
വിദൂരങ്ങളിൽ നിന്നും ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജനമായ വലത് കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദോഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ചൊന്നുമില്ലാതായി തീരും. നിന്നോട് ചണ്ട കൂടുന്നവർ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരിടുന്നവർ ശൂന്യരായിത്തീരും. നിന്റെ ദൈവമായ കർത്താവ് ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു, കൃത്യമായ യാക്കോബേ, ഇസ്രയേലെ, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇസ്രയേലിന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിര് പോലെയാക്കും. നീ അവയെ പാറ്റുകയോ കാറ്റ് അവയെ പറപ്പിച്ചു കളയുകയോ കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയോ ചെയ്യും. നീ കർത്താവിൽ ആനന്ദം. ഇസ്രയേലിന്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും. ദരിദ്രനും നിരാലംബരും ജലം അന്വേഷിച്ചു കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്കുത്തരമരുളുന്നു. ഇസ്രയേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല. പാഴ്മലകളിൽ നദികളും താഴ്വരകളും മധ്യേ ഉറവുകളും ഞാൻ ഉണ്ടാക്കും. മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയുമാക്കും. മരുഭൂമിയിൽ ദേവദാരു, കരുവേലകം, കുളുന്ത്, ഒലിവ് എന്നിവ ഞാൻ നടും. മണലാരണ്യത്തിൽ സരളവൃക്ഷവും പൈൻമരവും പുന്നയും വെച്ചുപിടിപ്പിക്കും. ഇസ്രയേലിന്റെ പരിശുദ്ധൻ ഇവയെല്ലാം സൃഷ്ടിച്ചുവെന്ന് അവിടുത്തെ കരങ്ങളാണ് ഇവയെല്ലാം ചെയ്തെന്നും മനുഷ്യർ കണ്ട് അറിയാനും ചിന്തിച്ചു മനസ്സിലാക്കാനും വേണ്ടി തന്നെ കർത്താവ് അരുൾ ചെയ്യുന്നു. നിങ്ങളുടെ പരാതി കൊണ്ടുവരുവേൻ. യാക്കോബിന്റെ രാജാവും കൽപ്പിക്കുന്നു, നിങ്ങളുടെ തെളിവുകൾ ഉന്നയിക്കുവേൻ. തെളിവുകൾ കൊണ്ടുവന്ന കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് കാണിക്കുക. കഴിഞ്ഞ കാര്യങ്ങൾ പറയുക. നമുക്ക് അത് പരിഗണിച്ച് അവയുടെ പരിണത ഫലം എന്തെന്നറിയാം. അല്ലെങ്കിൽ വരാനിരിക്കുന്നത് ഞങ്ങളോട് പ്രസ്താവിക്കുക. നിങ്ങൾ ദേവന്മാരാണോ എന്ന് ഞങ്ങൾ അറിയേണ്ടതിന് സംഭവിക്കാനിരിക്കുന്നത് എന്തെന്ന് നിങ്ങളോട് പറയുവേ. ഞങ്ങൾ പരിഭ്രമിക്കുകയോ വിസ്മയിക്കുകയോ ചെയ്യേണ്ടതിന് നന്മയോ തിന്മയോ പ്രവർത്തിക്കുക. നിങ്ങൾ ഒന്നുമല്ല, നിങ്ങൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല. നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നവൻ മ്ലേച്ഛനാണ്. ഞാൻ വടക്കു നിന്നും ഒരുവനെ തട്ടി ഉണർത്തി. അവൻ വന്നു. കിഴക്ക് നിന്ന് ഞാൻ അവനെ പേര് ചൊല്ലി വിളിച്ചു. കുമ്മായം കൂട്ടുന്നത് പോലെയും കുശവൻ കളിമണ്ണ് കുഴയ്ക്കുന്നത് പോലെയും അവൻ ഭരണാധിപന്മാരെ ചവിട്ടി മെതിക്കും. നമ്മൾ അറിയാതിരുന്നത് ആരംഭത്തിൽ തന്നെ ഇത് പറഞ്ഞത് ആരാണ്? അവൻ ചെയ്തത് ശരിയാണ്. കാലെ കൂട്ടി നമ്മൾ പറയാൻ ആരാണ് ഇത് നമ്മളോട് പ്രസ്താവിച്ചത്? ആരും അത് വെളിപ്പെടുത്തുകയോ മുൻകൂട്ടി പറയുകയോ ചെയ്തില്ല, ആരും കേട്ടുമില്ല. ഞാൻ ആദ്യം സിയോന് ഈ വാർത്ത നൽകി. ഈ സത്വാർത്ത അറിയിക്കാൻ ജെറുസലേമെ ഞാൻ ഒരു ദൂതനെ അയക്കും. ഞാൻ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവരുടെ ഇടയിൽ ഒരു ഉപദേശകനും ഉണ്ടായിരുന്നില്ല. അവരെല്ലാം നിദ്രയാണ്. അവർ ഒന്നും പ്രവർത്തിക്കുന്നില്ല. അവരുടെ വാർപ്പു വിഗ്രഹങ്ങൾ കാറ്റുപോലെ ശൂന്യമാണ്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 32. കർത്താവിന്റെ ദാസൻ. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എന്റെ പ്രീതിപാത്രം. ഞാൻ എന്റെ ആത്മാവിനെ അവന് നൽകി. അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറുക്കുകയില്ല. മങ്ങിയ തിരികെടുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. തീരദേശങ്ങളും അവന്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ചു വിരിച്ചു നിർത്തുകയും ഭൂമിയെ അതിലെ
വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്കും ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാനാണ് കർത്താവ്. ഞാൻ നിന്നിൽ നീതി സ്ഥാപിക്കുവാൻ വിളിച്ചു. ഞാൻ നിന്നെ കൈപിടിച്ചു നടത്തി സംരക്ഷിച്ചു. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും കരത്തിലാക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന്റെ ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഞാനാണ് കർത്താവ്, അതാണ് എന്റെ നാമം. എന്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല. എന്റെ സ്തുതി കൊത്തു വിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയില്ല. പ്രവചനങ്ങൾ സാക്ഷ്യ സത്കൃതമായി ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. മുള പൊട്ടുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവ് തന്നു. ദൈവത്തിന്റെ വിജയം. കർത്താവിന് ഒരു പുതിയ ഗീതം ആലപിക്കുവിൻ. ഭൂമിയുടെ അതിർത്തികളിൽ നിന്നും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുവിൻ. സമുദ്രം അതിലുള്ളവയും തീരദേശങ്ങളും അവയിലെ നിവാസികളും ആർത്തട്ടഹസിക്കട്ടെ. മരുഭൂമിയും അതിലെ നഗരങ്ങളും കേദാർ അധിവസിക്കുന്ന ഗ്രാമങ്ങളും സ്വരമുയർത്തട്ടെ. സേലാ നിവാസികൾ സന്തോഷിച്ച് ഗീതമാലപിക്കട്ടെ. മലമുകളിൽ നിന്നും ഉദ്ഘോഷിക്കട്ടെ. അവർ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. തീരദേശങ്ങൾ അവിടെ സ്തുതി പാടി ഉദ്ഘോഷിക്കട്ടെ. കർത്താവ് വീരപുരുഷനെ എന്ന പോലെ മുന്നേറുകയും യോദ്ധാവിനെ പോലെ കോപം ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പോർവിളി മുഴക്കുകയും ശത്രുക്കൾക്കെതിരെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. വളരെ കാലം ഞാൻ നിശബ്ദത പാലിച്ചു, എന്നെ തന്നെ നിയന്ത്രിച്ച് ശക്തനാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഈറ്റുനോവ് വെടുക്കുന്നവളെ പോലെ നിലവിളിക്കുകയും നെടുവേർപ്പെടുന്നവളെ പോലെ കിതയ്ക്കുകയും ചെയ്യുന്നു. പർവ്വതങ്ങളും കുന്നുകളും ഞാൻ തരിശാക്കുകയും അതിലെ സസ്യങ്ങളെ ഉണക്കിക്കളയുകയും ചെയ്തു. നദികളെ ദ്വീപുകളാക്കുന്നു, തടാകങ്ങൾ വറ്റുകയും ചെയ്തു. അജ്ഞാതമായ മാർഗങ്ങളിൽ കുരിശോടെ ഞാൻ നയിക്കും. അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും. അവരുടെ മുൻപിലെ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കുകയും ദുർഘട ദേശങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും. ഇവയെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും. അവരെ ഉപേക്ഷിക്കുകയില്ല. കൊത്തുവിഗ്രഹങ്ങളിൽ വിശ്വസിക്കുകയും വാർപ്പ് ബിംബങ്ങളോട് നിങ്ങളുടെ ദേവന്മാരാണെന്ന് പറയുകയും ചെയ്യുന്നവർ അത്യധികം ലജ്ജിച്ച് പിന്തിരിയേണ്ടി വരും. ജനത്തിന്റെ അന്ധത. ബദിരരെ കേൾക്കുവിൻ, അന്ധരെ നോക്കിക്കാണുവിൻ. എന്റെ ദാസനല്ലാതെ ആരുണ്ട് കുരുടനായി? ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ബദിരനായ ആരുണ്ട്? എന്റെ വിശ്വാസത്തെ പോലെ കർത്താവിന്റെ ദാസനെ പോലെ കുരുടനായി ആരുണ്ട്? അവൻ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. കർത്താവ് തന്റെ നീതിയെ പ്രതി നിയമത്തെ ഉത്കൃഷ്ടമാക്കാനും മഹത്വപ്പെടുത്താനും പ്രതി കാണിച്ചു. എന്നാൽ മോഷണത്തിലും കവർച്ചയ്ക്കും അധീനമായ ഒരു ജനമാണിത്. അവർ ഗുഹകളിൽ കുടുങ്ങുകയും കാരാഗ്രഹത്തിൽ അടക്കിപ്പിടുകയും ചെയ്തു. രക്ഷിക്കാൻ ആരുമില്ലാതെ അവർ ശത്രുക്കൾക്ക് ഇരയായി തീർന്നു. തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നവരുമില്ലാതെ അവർ കൊള്ള ചെയ്യപ്പെട്ടു. ഇതിന് ചെവി കൊടുക്കുകയും ഭാവിയിലേക്ക് ചെവി ഓർക്കുകയും ചെയ്യാൻ നിങ്ങളിൽ ആരുണ്ട്? യാക്കോബിനെ കൊള്ളക്കാർ ഇസ്രയേലിനെ കവർച്ചക്കാരും വിട്ടുകൊടുത്തതാരാണ്? കർത്താവ് തന്നെയല്ലേ? നാം അവിടത്തേക്കെതിരെ പാപം ചെയ്തു. അവിടുത്തെ മാർഗത്തിൽ അവർ ചരിച്ചില്ല, അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചില്ല. ആകയാൽ അവിടുന്ന് തന്റെ കോപാഗ്നിയും യുദ്ധവീര്യവും യാക്കോബിന്റെ മേൽ വർഷിച്ചു. അത് ചുറ്റും ആളിപ്പറന്നിട്ടും അവൻ പഠിച്ചില്ല. പൊള്ളലേറ്റിട്ടും അവന് ഉള്ളിൽ തട്ടിയില്ല. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം 43. ഇസ്രയേലിന്റെ തിരിച്ചുവരവ്. യാക്കോബി നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രയേലിനെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദിയിലൂടെ കടന്നു പോകുമ്പോൾ അത് നിനക്ക് മുകളിലായിരിക്കുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രയേലിന്റെ പരിശുദ്ധനുമാണ്. നിന്റെ മോചനദ്രവ്യമായ ഈജിപ്റ്റ് നിനക്ക് പകരമായി എത്യോപ്യയും സേബായും ഞാൻ കൊടുത്തു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരം ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു.
ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്ക് നിന്ന് നിന്റെ സന്ധികളെ ഞാൻ കൊണ്ടുവരും, പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. വടക്കിന് വിട്ടുകൊടുക്കുക എന്നും തെക്കിന് തടയരുത് എന്നും ഞാൻ ആജ്ഞാപിക്കും. ദൂരത്ത് നിന്നെ എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്നും പുത്രിമാരെയും കൊണ്ടുവരുവേൻ. എന്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച രൂപം കൊടുത്തവരും എന്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവരുമായ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരുവേൻ. കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുകയും ചെവിയുണ്ടായിട്ടും കേൾക്കാതിരിക്കുകയും ചെയ്യുന്നവരെ കൊണ്ടുവരുവൻ. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് കൂടട്ടെ, എല്ലാ ജനതകളും അണിനിരക്കട്ടെ. അവരിൽ ആർക്ക് ഇത് പ്രഖ്യാപിക്കുവാനും മുൻകാര്യങ്ങൾ വെളിപ്പെടുത്താനും കഴിയും. തങ്ങളെ ന്യായീകരിക്കുവാൻ അവർ സാക്ഷികളെ കൊണ്ടുവരട്ടെ. അവർ ഇത് കേൾക്കുകയും സത്യമാണെന്ന് പറയുകയും ചെയ്യട്ടെ. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ എന്റെ സാക്ഷികളാണ്. എന്നെ അറിഞ്ഞ് വിശ്വസിക്കുവാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസന്മാർ. എനിക്ക് മുൻപേ മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷവും മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. ഞാൻ തന്നെയാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. അന്യദേവന്മാരില്ല, ഞാൻ തന്നെയാണ് പ്രസ്താവിക്കുകയും പ്രഘോഷിക്കുകയും രക്ഷിക്കുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു. നിങ്ങൾ എന്റെ സാക്ഷികളാണ്, ഞാൻ ദൈവവും ഇനി അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. എന്റെ പിടിയിൽ നിന്ന് ആരെയെങ്കിലും വിടുവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. എന്റെ പ്രവൃത്തി തടസ്സപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങളുടെ രക്ഷകനും ഇസ്രയേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുൾ ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബാബിലോണിലേക്ക് ആളയക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്തു. കൽദായുടെ വിജയാട്ടഹാസം വിലാപമായി തീരും. ഇസ്രയേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവും ഞാൻ. സമുദ്രത്തിൽ വഴിവിട്ടവനും പെരുവെള്ളത്തിൽ പാത ഒരുക്കിയവനും രഥം, കുതിര, സൈന്യം, പടയാളികൾ എന്നിവ കൊണ്ടു വരുന്നവനുമായ കർത്താവ് അരുൾ ചെയ്യുന്നു. എഴുന്നേൽക്കുവാനാകാതെ ഇതാ അവർ കിടക്കുന്നു. അവർ പടുതിരി പോലെ അണഞ്ഞു പോകും. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. വന്യമൃഗങ്ങളെയും കുറുനരികളെയും ഒട്ടകപക്ഷികളെയും എന്നെ ബഹുമാനിക്കും. എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കുവാൻ ഞാൻ സൃഷ്ടിച്ചു. തെരഞ്ഞെടുത്ത ജനത്തിന് ദാഹജലം നൽകാൻ മരുഭൂമിയിൽ ജലവും വിജനദേശത്തെ നദികളും ഞാൻ ഒഴുക്കും. നന്ദി കെട്ട ജനം, എന്നിട്ടും യാക്കോബെ, നീ എന്നെ വിളിച്ചപേക്ഷിച്ചില്ല. ഇസ്രയേലെ, നീ എന്റെ നേരെ മടുപ്പ് കാണിച്ചു. നിങ്ങൾ ആടുകളെ ദഹനബലിയാക്കി എന്റെ സന്നിധിയിൽ കൊണ്ടുവരികയോ ബലികളാൽ എന്നെ ബഹുമാനിക്കുകയോ ചെയ്തില്ല. കാഴ്ചകൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെ ഭാരപ്പെടുത്തുകയോ ധൂപാർച്ചനയ്ക്ക് വേണ്ടി ബന്ധപ്പെടുത്തുകയോ ചെയ്തില്ല. നീ പണം മുടക്കി എനിക്കായി കരിമ്പു വാങ്ങിയില്ല. ബലിമൃഗങ്ങളിൽ മേധസ്സുകൊണ്ട് എന്നെ തൃപ്തനാക്കിയില്ല. മറിച്ച് പാപങ്ങൾ നിങ്ങൾ എന്നെ ഭാരപ്പെടുത്തുകയും അകൃത്യങ്ങളാൽ എന്നെ മടുപ്പിക്കുകയും ചെയ്തു. എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. നീ എന്നെ ഓർമ്മിപ്പിക്കുക, നമുക്ക് ന്യായം പരിശോധിക്കാം. നിന്നെ നീതീകരിക്കാൻ നിന്റെ ന്യായങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. നിന്റെ ആദിപിതാവ് പാപം ചെയ്തു. നിന്റെ വക്താക്കൾ എനിക്കെതിരെ പ്രവർത്തിച്ചു. നിന്റെ പ്രഭുക്കന്മാർ എന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കി. അതുകൊണ്ട് യാക്കോബിനെ പരിപൂർണ നാശത്തിനും ഇസ്രയേലിനെ നിന്ദനയ്ക്ക് ഞാൻ വിട്ടുകൊടുത്തു. ദൈവമായ കർത്താവിന് സ്തുതി.